ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദി ഗ്രാമറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സംഖ്യ. ക്ലാസ് 6 ആൻഡ് അബോവിന് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സംഖ്യ കെ 5 പ്രകാർ, 5 ടൈപ്സ് ഓഫ് സംഖ്യ. സംഖ്യ എന്താണ്? ഹിന്ദിയിൽ സംഖ്യ എന്ന് പറയുന്നത് നൗൺ ആണ്. നൗൺ എന്താണ്? നൗൺ പേഴ്സൺ, പ്ലേസ്, ആനിമൽ, തിങ്, ഫീലിംഗ്, ഇതെല്ലാം നൗൺ ആണ്. അപ്പോൾ ഇതെല്ലാം സംഖ്യ. റാം, ദില്ലി, കിതാബ്, ഖുഷി, ഇതെല്ലാം എക്സാമ്പിൾസ് ഓഫ് സംഖ്യ. അപ്പോൾ സംഖ്യയുടെ 5 ടൈപ്സ് നോക്കാം. വ്യക്തിവാചക് സംഖ്യ, ജാതിവാചക് സംഖ്യ, ദ്രവ്യവാചക് സംഖ്യ, സമൂഹവാചക് സംഖ്യ, ഭാവവാചക് സംഖ്യ. വ്യക്തിവാചക് സംഖ്യ: റാം, ഭാരത്, ദില്ലി, കേരള, താജ്മഹൽ. ഇതൊരു സ്പെസിഫിക് പേഴ്സൺ, പ്ലേസ് അല്ലെങ്കിൽ തിങ്ങിൻ്റെ നെയിം ആണെങ്കിൽ ഇത് വ്യക്തിവാചക് സംഖ്യയാണ്. ഒരു പ്രത്യേക പേരിനെ സൂചിപ്പിക്കുന്നത്. സ്പെസിഫിക് നെയിം എവിടെയെങ്കിലും കണ്ടാൽ അത് വ്യക്തിവാചക് സംഖ്യയാണ്. ജാതിവാചക് സംഖ്യ: ലഡ്ക, ഷെഹർ, നദി. അപ്പോൾ ഇത് ജനറൽ കോമൺ നെയിം ആണെങ്കിൽ അത് ജാതിവാചക് സംഖ്യ, കോമൺ നൗൺ, അത് ജാതിവാചക് സംഖ്യയാണ്. ഇതിൽ സ്പെസിഫിക് ആയിട്ട് പേര് വരത്തില്ല, കോമൺ ആയിട്ടുള്ള പേര് വരത്തുള്ളൂ, പൊതുവായി പറയുന്ന പേര്. അപ്പോൾ ഇതിന് ട്രിക്ക് മനസ്സിലാക്കണം. കോമൺ നെയിം എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ജാതിവാചക് സംഖ്യ. ലൈക്ക് വ്യക്തിവാചക് സംഖ്യയും ജാതിവാചക് സംഖ്യയുടെയും ഡിഫറൻസ് നോക്കാം. ഇപ്പോൾ റാം വ്യക്തിവാചകാണ്, ലഡ്ക ജാതിവാചകാണ്. ബിക്കോസ് റാം ഒരു സ്പെസിഫിക് ബോയുടെ നെയിമാണ്. ലഡ്ക എന്ന് പറയുന്നത് ബോയ്, അപ്പോൾ അത് ജനറൽ നെയിമാണ്. അത് മനസ്സിലാക്കണം. സ്പെസിഫിക് നെയിം ആണെങ്കിൽ വ്യക്തിവാചക്, കോമൺ ആയിട്ടുള്ള പേരാണെങ്കിൽ ജാതിവാചക്. അടുത്ത ദ്രവ്യവാചക് സംഖ്യ. ഏതെങ്കിലും മെറ്റീരിയൽ ഓർ സബ്സ്റ്റൻസിനെ പറ്റി ഏതെങ്കിലും പറയുകയാണെങ്കിൽ അത് ദ്രവ്യവാചക് സംഖ്യ. സോന, പാനി, ദൂത്, അതായത് ഗോൾഡ്, വാട്ടർ, മിൽക്ക്, ഈ വക സാധനങ്ങളെല്ലാം ദ്രവ്യവാചക് സംഖ്യ. വസ്തു അല്ലെങ്കിൽ മെറ്റീരിയലിനെ പറ്റി പറയുന്നത്, മെറ്റീരിയൽ ആണെങ്കിൽ ദ്രവ്യവാചക്. സമൂഹവാചക് സംഖ്യ ഒരു ഗ്രൂപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അത് സമൂഹവാചക് സംഖ്യ. സേന, ഭീഡ്, ടോലി. സേന എന്ന് പറഞ്ഞാൽ ആർമി, ഭീഡ് ക്രൗഡ്, ടോലി കുറേ ആൾക്കാർ കൂടിയിരിക്കുന്നത്. ഒരു കൂട്ടത്തെ ഫുള്ളായിട്ട് പറഞ്ഞ് റെഫർ ചെയ്യുമ്പോഴത്തേക്ക് അത് സമൂഹവാചക് സംഖ്യ. ഗ്രൂപ്പായിട്ട് വരുമ്പോഴത്തേക്ക് സമൂഹവാചക്. ഭാവവാചക് സംഖ്യ ഏതെങ്കിലും ഫീലിംഗ്, ഇമോഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി ഇതിനെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഭാവവാചക് സംഖ്യയാണ്. ഖുഷി, പ്യാർ, ഇമാൻദാരി, ദുഃഖ്, സുഖ്, ഇതെല്ലാം. ഖുഷി ഹാപ്പിനെസ്, പ്യാർ ലവ്, ഇമാൻദാരി ലോയൽറ്റി, സുഖ് ഹാപ്പിനെസ്, ദുഃഖ് സാഡ്നെസ്, ഇതെല്ലാം ഫീലിംഗ്, ഇമോഷൻ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള. അപ്പോൾ ഇത് ഭാവവാചക് സംഖ്യ. വികാരം അല്ലെങ്കിൽ ഗുണം കാണിക്കുന്ന സംഖ്യയാണ് ഭാവവാചക് സംഖ്യ. കോമൺ ആയിട്ടുള്ള ഒരു കൺഫ്യൂഷനാണ് ദ്രവ്യവാചക്കും ഭാവവാചക്കിൻ്റെ ഇടയ്ക്കുള്ളത്. ഇപ്പോൾ സോന അത് ദ്രവ്യവാചകാണ്. ബിക്കോസ് ടച്ച് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ടച്ച് ചെയ്യാൻ പറ്റിയാൽ മോസ്റ്റ്ലി അത് മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ ദ്രവ്യവാചക്. ഖുഷി മീൻസ് ഹാപ്പിനെസ്, അത് ഭാവവാചക്. ഫീൽ ചെയ്യാൻ മാത്രം പറ്റിയാൽ അത് ഭാവവാചകാണ്. ക്വിക്ക്ലി ഒന്ന് റിവൈസ് ചെയ്യാം. റാം വ്യക്തിവാചക്, ലഡ്ക ജാതിവാചക്, പാനി ദ്രവ്യവാചക്, സേന സമൂഹവാചക്, പ്യാർ ഭാവവാചക്. ഒരു ചെറിയ മിനി ക്വിസ് ആയാലോ? കമൻസിൽ ആൻസർ പറയണേ. ഈ താഴെ തന്നിരിക്കുന്നത് ഏത് സംഖ്യയാണെന്ന് പറയണം. ദൂത് പരിവാർ, ദില്ലി. ദൂത് ദ്രവ്യവാചകാണ്, പരിവാർ സമൂഹവാചക്, ദില്ലി വ്യക്തിവാചക് സംഖ്യ. ഇപ്പോൾ സംഖ്യയുടെ 5 ടൈപ്സ് ക്ലിയർ ആയല്ലോ. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യൂ.